ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിമാസ് റൂളിനെ കുറിച്ചാണ്. എന്താണ് ഡിമാസ് റൂൾ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഡിമാസ് റൂൾ എന്താണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 2 + 3 × 4 = what? 2 + 3 × 4 = what എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അവരാദ്യം ഇവിടെയുള്ള 2ഉം 3യും ആഡ് ചെയ്യും. അതായത് 2 + 3 ആദ്യം ചെയ്യും. 2 + 3 എത്രയാണ്? 2 + 3 = 5 ആണ് അല്ലേ? അതിനുശേഷം അവർ ഈ 5നെ ഇവിടെയുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 5 × 4 ചെയ്യും. 5 × 4 എത്രയാണ്? = 20 ആണ്. 5 × 4 = 20 ആണ് അല്ലേ? അപ്പോൾ അവർക്ക് 20 എന്ന ആൻസറാണ് കിട്ടുക. പക്ഷേ 20 എന്ന ഈ ആൻസർ റോങ് ആൻസർ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ 20 അല്ല. 20 എന്നത് റോങ് ആൻസർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന റൂളാണ് ഡിമാസ് റൂൾ. ഇതുപോലുള്ള ചോദ്യങ്ങളുടെ കറക്റ്റ് ആൻസർ നമ്മളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന റൂളാണിത്, ഡിമാസ് റൂൾ. അപ്പോൾ നമുക്ക് എന്താണ് ഡിമാസ് റൂൾ എന്ന് നോക്കാം. ഡിമാസ് റൂൾ എന്താണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആദ്യം ആ പേര് ഇവിടെ ഒന്ന് എഴുതാം. ഡിമാസ് അല്ലേ? ഡിമാസ്. ഡിമാസ് എന്ന പേരിലെ ഡി എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഡിവിഷനെ ആണ്. ഡി ഫോർ ഡിവിഷൻ. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ എം എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനെ ആണ്. എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതുപോലെ എ എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് അഡിഷനെയും എസ് എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് സബ്ട്രാക്ഷനെയും ആണ്. ഓക്കെ, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡിഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഡിമാസ് എന്ന നെയിമിലെ ഓരോ ലെറ്ററും ഏത് ഓപ്പറേഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ഡിമാസ് റൂൾ എന്ന് പഠിക്കാം. ഡിമാസ് റൂൾ പറയുന്നത് ഇതാണ്: ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. എല്ലാ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യാവൂ. എല്ലാ ഡിവിഷൻ ഓപ്പറേഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ ചെയ്യാവൂ. ഓക്കെ, ഇതാണ് ഡിമാസ് നിയമം പറയുന്നത്. മനസ്സിലായോ? എന്താണ് ഡിമാസ് നിയമം എന്ന് പിടികിട്ടിയോ? ഡിമാസ് നിയമം പറയുന്നത് ഇതാണ്: ഒരു ക്വസ്റ്റ്യനിൽ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ അതിലാദ്യം നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യണം. എല്ലാ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യാവൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2 + 3 × 4 = what അല്ലേ? ഇവിടെ നമ്മൾ ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു അഡിഷനും ഒരു മൾട്ടിപ്ലിക്കേഷനുമാണ് ഉള്ളത്. ഡിമാസ് റൂൾ പ്രകാരം നമ്മൾ ഇവിടെയുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ഡിമാസ് നിയമപ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഡിഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 2 + 3 × 4 എത്രയാണ്? 3 × 4 = 12 ആണ് അല്ലേ? 3 × 4 = 12 = 2 + 12 എത്രയാണ്? ഇവിടെ ഇനി അഡിഷൻ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? 2 + 12 = 14 ആണ്. 14. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്?
14 എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് പിടികിട്ടിയല്ലോ? ഡിമാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആൻസർ കണ്ടെത്തിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. 3 + 4 × 2 - 8 / 4 = what? 3 + 4 × 2 - 8 / 4 = what എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡിഷനുണ്ട്, സബ്ട്രാക്ഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട് അല്ലേ? 4 ഓപ്പറേഷൻസും ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയിൽ ഏതൊക്കെ ഓപ്പറേഷൻസാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഡിമാസ് നിയമപ്രകാരം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 4 × 2 എന്നൊരു മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഇവിടെ 8 / 4 എന്നൊരു ഡിവിഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്പറേഷൻസുമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? 3+, ഇനി ഇവിടെ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വന്നാൽ ഇവയിൽ ഏത് ആദ്യം ചെയ്യണം എന്ന്. അതിൻ്റെ ആൻസർ ഇതാണ്. ഏറ്റവും ലെഫ്റ്റിലുള്ള ഓപ്പറേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ലെഫ്റ്റ് മോസ്റ്റ് ഉള്ള ഓപ്പറേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷനാണ് ഉള്ളത് അല്ലേ? അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, 4 × 2 എത്രയാണ്? 4 × 2 = 8 ആണ് അല്ലേ? 8 - 8 / 4. ഇനി ഈ ഡിവിഷൻ ചെയ്യണം. 8 / 4 = എത്രയാണ്? 8/4 = 2 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കൂ, അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. ഇതിലേതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ലെഫ്റ്റിലുള്ള ഓപ്പറേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ലെഫ്റ്റിൽ അഡിഷനാണ് അല്ലേ? അതുകൊണ്ട് അഡിഷൻ വേണം ആദ്യം ചെയ്യാൻ. പറഞ്ഞേ, 3 + 8 എത്രയാണ്? 3 + 8 = 11 ആണ് അല്ലേ? 11 - 2 എന്നാണ് വരിക. 11 - 2 = എത്രയാണ്? 11 - 2 9 ആണ്. 9. ഓക്കെ, 9 എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഡിമാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്ന് പിടികിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 7 - 6 / 2 + 5 × 2 = what? 7 - 6 / 2 + 5 × 2 = what എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിമാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യാം അല്ലേ? ഡിമാസ് റൂൾ പ്രകാരം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവയിൽ ഏത് ഓപ്പറേഷൻസാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെയുള്ള 6 / 2 എന്ന ഡിവിഷനും 5 × 2 എന്ന മൾട്ടിപ്ലിക്കേഷനും വേണം ആദ്യം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, 7 - 6 / 2 അല്ലേ? ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ലെഫ്റ്റിലുള്ള ഓപ്പറേഷൻ ഡിവിഷനാണ്, അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഓക്കെ, 6 / 2 എത്രയാണ്? 6 / 2 3 ആണ്. പ്ലസ് ഇവിടെയുള്ള പ്ലസിൻ്റെ സൈൻ എഴുതുന്നു. അതിനുശേഷം 5 × 2. 5 × 2 = 10 ആണ് അല്ലേ? 5 × 2 10 ആണ്. = 7 - 3 + 10 എന്നായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. ഇതെങ്ങനെ ചെയ്യാം? എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? 7 - 3 + 10 ആണ്. ഇവിടെ ലെഫ്റ്റിലുള്ള ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്, അതുകൊണ്ട് അതാദ്യം നമ്മൾ ചെയ്യണം. 7 - 3 എത്രയാണ്? 7 - 3 4 ആണ്. 4 + 10 എന്നായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. = 4 + 10 എത്രയാണ്? 4 + 10 14 ആണ്. ഓക്കെ, 14 എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ എന്താണ് ഡിമാസ് റൂൾ എന്ന് പിടികിട്ടിയല്ലോ?
ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം.